മാഫിയ സംഘം, പവർ ഗ്രൂപ്പ്, അങ്ങനെ പല പല കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ടിൽ. തീർച്ചയായിട്ടും ആര്യ, ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ചിലർ തടസ്സം നിന്നത് എന്നതിനൊക്കെയുള്ള സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. ഒരു നടൻ ഈ മലയാളം സിനിമയിലെ പവർ ഗ്രൂപ്പിലെ മാഫിയ സംഘം എന്ന് വിശേഷിപ്പിച്ചു. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബാൻ ചെയ്യപ്പെട്ടു. പിന്നീട് സീരിയലിൽ അഭിനയിക്കേണ്ടി വന്നു. അവിടെയും പവർഫുൾ ലോബി കളിച്ചു. അവർക്ക് ആ വ്യക്തിക്ക് സീരിയലും അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതെ, ആ മാഫിയ സംഘത്തിനെ അല്ലെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. 10-15 പേരടങ്ങുന്ന പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ടുള്ള നടന്മാർ, അവരുടെ ഗ്രൂപ്പാണത്. അത് മാത്രമല്ല 80ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, നോക്കൂ. ഹൗവർ ഇറ്റ് ഹാസ് കം ഔട്ട് ഇൻ എവിഡൻസ് ദാറ്റ് certain men in cinema who are well known and well reputed for their ability as artist, director or whoever he be in the film industry have shocked certain women in cinema by sexual harassment. അതായത് വമ്പന്മാർ വരെ ഈ സെക്ഷൽ ഹറാസ്മെൻറ്റിന് കുടപിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു മൊഴി. ആ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഭയക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിനെതിരെ പരാതി പറയാത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ അറിയാം, 17 കണ്ടെത്തലുകളാണ് ഈ ഹേമ കമ്മിറ്റിയുടെ സിറ്റിംഗിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് സെക്ഷൽ ഡിമാൻഡ്സ് മെയ്ഡ് ടു വിമൻ ഫോർ ദി വെരി എൻട്രി ഇൻ ടു സിനിമ ആൻഡ് ഫോർ ഗെറ്റിംഗ് ചാൻസസ് ടു വർക്ക് ഇൻ സിനിമ. രണ്ടാമത്തത് സെക്ഷൽ ഹരാസ്മെൻറ്റ്, അബ്യൂസ്, അസോൾട്ട് അഗൈൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ്, ട്രാൻസ്പോർട്ടേഷൻ പ്ലേസസ് or accommodation places, etc. മൂന്നാമത്തത് ടോർച്ചർ ഓഫ് വിമൻ ഇഫ് ദേ എക്സ്പ്രസ് ദെയർ റിസെൻമെൻറ്റ് ആൻഡ് അൺവില്ലിംഗ്നെസ് ടു സെക്ഷൽ ഡിമാൻഡ്സ്. 4 വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് വിമൻ ഇൻ സിനിമ ബൈ നോട്ട് പ്രൊവൈഡിങ് ബേസിക്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, അവരുടെ സിറ്റിങ്ങിൽ കണ്ടെത്തിയിരിക്കുന്ന ആദ്യത്തെ 3 കാര്യങ്ങളും സെക്ഷൽ ഹരാസ്മെൻറ്റ്, അതായത് ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈംഗിക താല്പര്യവുമായി ബന്ധപ്പെട്ടുള്ള ചൂഷണമാണ് എന്ന് അടിവരയിട്ട് പറയുന്നു ഈ റിപ്പോർട്ടിൽ. ആദ്യത്തെ 3 പിന്നീടാണ് പ്രശാന്തിന് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുൻപ് നോക്കൂ, ഈ WCC പ്രതിനിധികളുമായി സംസാരിച്ചു. അവരാണ് നമുക്കറിയാം ഈ പോരാട്ടത്തിന്റെ ഏറ്റവും മുഖ്യധാരയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു WCC അംഗം മാത്രം ഇങ്ങനെ ഒരു ചൂഷണം സിനിമാ മേഖലയിലേ ഇല്ല, അങ്ങനെ ഇതൊക്കെ പരാതികളും ആരോപണങ്ങളും മാത്രമാണ്, ഒരു തരത്തിലുള്ള ചൂഷണവും ഒരു വനിതയും നേരിടുന്നില്ല, ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു പരാതി ആർക്കെങ്കിലും ഉണ്ടെന്ന് പറയുന്ന ഒരു WCC അംഗം ഉണ്ടായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ അതിന്റെ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് സമ്മർദ്ദം, ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് ഇവർ ഈ രീതിയിലുള്ള പ്രതികരണം നൽകിയതെന്ന് കൂടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സംശയിക്കുന്നുണ്ട്.